നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. പോളിംഗിലേക്ക് പോവുകയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ദിവസമൊക്കെ കലാശക്കൊട്ട് അങ്ങ് മഴയത്തൊക്കെ നിന്നിട്ടുള്ള ഒരു പ്രചരണമായിരുന്നു. 40 ദിവസം നീണ്ടു നിന്ന പ്രചരണം. ഏറ്റവും ഒടുവിൽ പരിശോധിക്കുമ്പോൾ എത്രമാത്രമാണ് ഒരു ആത്മവിശ്വാസം, പ്രതീക്ഷ? അല്ല, എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. അത് എന്നെ പറ്റിയല്ല, അത് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റം വേണം. ഇത് 10, 15, 20 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടക്കാത്ത ഒരു 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 ബാക്ക്ഗ്രൗണ്ടിൽ ജനങ്ങൾക്ക് ഒരു പുരോഗതിയും വികസനത്തിൻ്റെ അവർക്കും ഒരു അവകാശമുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് ഒരു മാറ്റം വേണമെന്ന് അവരെന്നെ പറയുന്നു. അതുകൊണ്ട് ഞാൻ മാത്രമേ BJP NDA ആയ സ്ഥാനാർത്ഥി, BJP NDA ആയ പാർട്ടി മാത്രമേ പുരോഗതിയും വികസനത്തിനെ പറ്റി മുമ്പോട്ട് വയ്ക്കുന്ന ഐഡിയാസ് എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ പണി ചെയ്യാനാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ടോ ഒരു ഡൽഹിയിൽ ഒരു വീട് വേണോ അതായിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും ഒരു സിൻസിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക്. അതിൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ഇവിടെ മാറ്റം വരുമെന്ന്. ഇതിൽ ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളുടെ പോളിസീസ് എല്ലാം ഇതാണ് കാര്യം, ഇതാണ് ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ ഡെസ്പറേഷൻ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇവർ ഇങ്ങനത്തെ ഓരോരോ ഭ്രമവും പ്രോപ്പഗാൻഡയും വർഗീയവാദീനെ ജനങ്ങളെ പേടിപ്പിച്ച് ഇത് അങ്ങനത്തെ വീഡിയോസ് എല്ലാം, പിന്നെ ലീഫ്ലെറ്റ്, ഇങ്ങനെ ഓരോരോ ലീഫ്ലെറ്റ് ഇറക്കുക. ഒരു ഒറ്റ പാവങ്ങൾക്കും കർഷകർക്കും മത്സ്യത്തൊഴിലാളി ആയ ആ തീരദേശ മേഖലയിൽ അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ഒറ്റ ഐഡിയ ഇല്ല. ബട്ട് ഇന്നലെ മുതൽ അവരൊരു വീഡിയോ ഇങ്ങനെ പേടിപ്പിച്ച് മണിപ്പൂരിനെ പറ്റി നോണ, ബീഫിനെ പറ്റി നോണ, കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ അതിനെ പറ്റി നോണ, ജനങ്ങളെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുപ്പിച്ചിട്ട് ആണ് അവരുടെ ഒരു ക്യാമ്പയിൻ. അതുകൊണ്ട് അതിനെ എക്സ്പോസ് ചെയ്യാൻ ജനങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ 2 രാഷ്ട്രീയമാണ് തിരുവനന്തപുരത്ത് കാണാൻ കിട്ടുന്നത്. ഒന്ന് BJP NDA ഒരു പുരോഗതി, വികസനം, ജനങ്ങളുടെ ജീവിതം ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു അവസരം തരും എന്ന് പറഞ്ഞ് ഞങ്ങൾ. മറ്റേ സൈഡിൽ ഇവരിങ്ങനെ നോണയം ആദ്യം മുതൽ ഇന്ന് വരെ എത്രയോ നോണ കണ്ട് എക്സ്പോസ് ചെയ്ത് എന്നാലും അവർക്കൊരു നാണവും ഇല്ലാണ്ട് ഇന്നലെ രാത്രി ഇങ്ങനെ ഓരോരോ പ്രോപ്പഗാൻഡ അവർ ഇറക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ വിഡ്ഢിയൊന്നുമല്ല. ജനങ്ങളെല്ലാവർക്കും വയസ്സാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഈ ബാറ്റിൽ, ഇത് എന്തുകൊണ്ടാണ് ഈ 2024 തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് ജനങ്ങൾ മാറ്റത്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് നാളെ. ഇത്തരം പ്രചരണങ്ങൾ അത് അങ്ങ് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. കാരണം അവസാന നിമിഷം ഇത്തരത്തിലുള്ള നീക്കങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് അങ്ങയെക്കുറിച്ച് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും നേരത്തെ തന്നെ വന്നിരുന്നതാണ്. അങ്ങ് കുറച്ചുകൂടെ പോസിറ്റീവായിട്ടാണ് ആദ്യഘട്ടത്തിൽ, അതായത് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ല എന്നുള്ള ഒരു നിലപാടെടുത്ത ആളാണ്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. എനിക്കറിയാം ഇവരുടെ ഐഡിയോളജിയിൽ ഒരു പോസിറ്റീവ് എജൻഡ അവരുടെ അടുത്തുകൂടെ പോയിട്ടില്ല. അവരിങ്ങനെ നെഗറ്റീവ് എൻ്റെ പേഴ്സണൽ അറ്റാക്ക് എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫ് ഭയങ്കര ഓപ്പൺ ട്രാൻസ്പെറൻ്റ്. അതുകൊണ്ട് അതൊരു വേറെ ഇഷ്യൂ. ഈ ജനങ്ങളെ പേടിപ്പിച്ച് ഈ വർഗീയവാദീൻ്റെ ഒരു ഫോൾസ് പ്രോപ്പഗാൻഡ ഈ പാവപ്പെട്ട ജനങ്ങളെ പേടിപ്പിച്ച് അവരുടെ മനസ്സിലൊരു വിഷം നിറച്ച് അങ്ങനെ ജയിക്കാനാണോ വിശ്വപൗരവനും അറിവിൻ്റെ വിസ്മയം എല്ലാം ഇറങ്ങിയിരിക്കുന്നത്? ഒരു സൈഡിൽ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഭയങ്കര ഇന്റലിജന്റ് ആണ്, ഭയങ്കര വിശ്വപൗരമാണ്, ഗ്ലോബൽ സിറ്റിസൺ ആണ്. എന്നിട്ട് ചെയ്യുന്ന രാഷ്ട്രീയം ഒരു 3rd റേറ്റ് രാഷ്ട്രീയം, ജനങ്ങളെ പേടിപ്പിച്ച് വോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ, സോറി ടു സേ ദിസ്, എൻ്റെ മനസ്സിൽ അതൊരു 3rd റേറ്റ് പോളിറ്റിക്സ് ആണ്. അങ്ങനത്തെ പോളിറ്റിക്സ് അല്ല നമ്മുടെ തിരുവനന്തപുരത്ത് വേണ്ടത്. ഒരു ശരിക്ക് ഡെവലപ്മെന്റും പുരോഗതിയും വികസനത്തിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ് പോളിറ്റിക്സ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അത് ചെയ്യാണ്ട് ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റിലും എത്രയോ നോണോ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇന്നും 24-ാം തീയതി വൈകുന്നേരം 25-ാം തീയതി ഇങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കുന്ന ഒരു പാർട്ടി ഞാൻ കണ്ടിട്ട് ഞാനൊരു ഐ ആം എംബാരസ്ഡ് ആൻഡ് അഷേംഡ്. അദ്ദേഹത്തെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് താക്കീത് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇല്ല, അതെല്ലാം നോർമലായിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അതല്ലല്ലോ ഇഷ്യൂ. ഇന്നും 15 കൊല്ലം 3 അവസരം കിട്ടിയിട്ട്
ഇന്നും ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയം കളിക്കുന്ന ഒരു പാർട്ടിനെ പറ്റി എന്ത് പറയണം? ജനങ്ങളെ വിഡ്ഢി വിചാരിച്ചിട്ടാണോ മണ്ടന്മാരെ വിചാരിച്ചിട്ടാണോ ഇവർ ഈ രാഷ്ട്രീയം കളിക്കുന്നത്? അവരെ എക്സ്പോസ് ചെയ്യണത് നമ്മളെല്ലാവരും ഒരു കർത്തവ്യമാണ്, ഒരു ഡ്യൂട്ടിയാണ്. അത് ഞാൻ ചെയ്യും. പന്ന്യന്റെ ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് LDFും NDAയുമായിട്ടാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നേർക്കുനേർ മത്സരം. അവിടെ UDF ഇടമില്ല എന്നാണ് അദ്ദേഹം. ഞാൻ ഈ രണ്ട് വലിയ സീനിയർ ആൾക്കാരാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്ന് അവർ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെയാണ് അവരിങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അവർക്കിപ്പോൾ 10-15 ലക്ഷം ജനങ്ങളുടെ ഡയറക്റ്റ് ഹോട്ട്ലൈൻ ഉണ്ടോ? അവരാണോ ഇത് പറയുന്നത്? ഇത് ശരിയാണ്. ശശി തരൂരും കോൺഗ്രസിന്റെ ഗ്രാഫ് ജനങ്ങൾ അവരെ എക്സ്പോസ് ചെയ്തിട്ട് അവരെ ക്രെഡിബിലിറ്റി ഒരു ഓൾ ടൈം ലോ ആണെന്ന് അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനാണോ കോൺഗ്രസിന്റെ ഇന്ത്യ അലയൻസിന്റെ ഒരു പാർട്ട്ണർ CPI ആയ ഒരു പാർട്ടി അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ടോ? അത് അറിയില്ല. അവരൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരിക്കും. ബട്ട് ഇതൊരു 2-way ഫൈറ്റ് ആണ്. അതെല്ലാം പറഞ്ഞത് ഒരു ടോട്ടൽ നോൺസെൻസ് ആണ്. എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു 5-6 കാൻഡിഡേറ്റ് ഉണ്ട്. 3 മെയിൻ പാർട്ടീസാണ്. അത് 3-way കോൺടെസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രോപ്പഗാൻഡ ഞാൻ പറഞ്ഞ മാതിരി ഒരു പ്രോപ്പഗാൻഡയാണ്. അതായത് അവസാന ചോദ്യം, എല്ലാ നേതൃത്വവും അത് പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിന്റെ ഒക്കെയും പിന്തുണ പൂർണ്ണമായും നേടാൻ അങ്ങേക്ക് കഴിഞ്ഞു? ഇല്ല, ഞാൻ ആരുടെ അങ്ങനെ സഭാ നേതൃത്വം അങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ രാഷ്ട്രീയം നോക്കുന്നത്. ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പോയി അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി ഞാൻ എത്രയോ പണി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ടെന്നും ഞാൻ ജനങ്ങളുടെ മുമ്പിലാണ് വയ്ക്കുന്നത്. അത് കർഷകരാണോ, തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളാണോ, ടെക്കീസ് ആണോ, പെൻഷനേഴ്സ് ആണോ, സിറ്റിയിൽ ആരെങ്കിലാണോ, എല്ലാവരും മുമ്പ് ഞാൻ എല്ലാവരെയും പോയി കണ്ട് അവരെ മീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം പറഞ്ഞ് അവരുടെ ഒരു ഫ്യൂച്ചർ, അവരുടെ ഭാവി ഫ്യൂച്ചറിന് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അതും ശരിക്കും ഒരു ഓപ്പൺ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവരോടും പറയുന്നു. അവരുടെ വോട്ടും അനുഗ്രഹവും സഹായം ഞാൻ തേടുന്നു. അതാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഒരു ഓപ്പണാണ്. ഞാൻ ഒരു ബാക്ക് ഡോർ പോയിട്ട് ഈ സമുദായ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ഞാൻ ചെയ്യുന്ന ആളല്ല. എന്നിരുന്നാലും അദ്ദേഹം വന്നത് മുതൽ, പ്രചരണത്തിന് ഇറങ്ങിയത് മുതൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കൃത്യമായ വികസന രാഷ്ട്രീയമാണ്. അദ്ദേഹം ഓരോ മണ്ഡലത്തിലും, അസംബ്ലി മണ്ഡലങ്ങളിലും എന്താണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടി ജനങ്ങളോട് പറയുന്നുണ്ട്. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.